നാളെ നമുക്ക് ഒരാളെ കാണാൻ പോകാം. ശിവയുടെ വായിൽ നിന്നും പെൻസിൽ തട്ടിമാറ്റിക്കൊണ്ട് തീർത്ത പറഞ്ഞു. ആരെ? ആ കുഞ്ഞു കണ്ണുകളിൽ സംശയം. ഒരാളെ. നേർത്ത പുഞ്ചിരിയോടെ അവൾ ശിവയുടെ താടിത്തൊമ്പിൽ പിടിച്ചു. ഉള്ളതിൽ നല്ല ഡ്രസ്സിട്ട് തീർത്ത ഒരുങ്ങി. കൂടെ ശിവനെയും ഒരുക്കി. ആരെയാ കാണാൻ പോകുന്നത്? മുടി കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ ശിവ വീണ്ടും ചോദിച്ചു. അതൊക്കെ പറയാം, പോയി ചെരുപ്പിടൂ. അവൾ പുറത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് തീർത്ത മുഖമൊന്ന് കണ്ണാടിയിൽ നോക്കി. പിന്നെ അലമാരയിൽ നിന്നും കുഞ്ഞി കറുത്ത സ്റ്റിക്കർ പൊട്ടെടുത്ത് ഇരുപുരികങ്ങൾക്കും നടുവിൽ കുത്തി. കൊള്ളാം. കണ്ണാടിയിൽ നോക്കി അവൾ സ്വയമേ പറഞ്ഞു. ഓപ്പേ, ദേ ഗേറ്റിനടുത്ത് ഒരു കാർ വന്നിരിക്കുന്നു. അകത്തേക്ക് ഓടി വന്ന ശിവു പറഞ്ഞു. മാധവ് എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ മുതൽ ഇതുവരെ തോന്നാത്ത ടെൻഷനും വെപ്രാളവും അവൾക്ക് തോന്നി തുടങ്ങി. എന്തിനാവും കാണണമെന്ന് പറഞ്ഞത്? കല്യാണം നടക്കില്ല എന്ന് പറയാനാകുമോ? അങ്ങനെയാണെങ്കിൽ ശിവുവിനെ കാണേണ്ട ആവശ്യമെന്താ? ആലോചനയോടെ നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അത് മാധവൻ്റെ കോളായിരുന്നു. അവൾ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്, അവൻ പറഞ്ഞു. ഇപ്പോൾ വരാം, അവളും പറഞ്ഞു. കോൾ കട്ട് ചെയ്തതിന് ശേഷം അവൾ ഒന്നുകൂടെ കണ്ണാടിയിൽ നോക്കി. മൂക്കിൻ തുമ്പിലും താടിയിലും വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. താഴെ ഊരിയിട്ടിരുന്ന ശിവയുടെ ഉടുപ്പെടുത്ത് മുഖമൊന്ന് തുടച്ചുകൊണ്ട് ശിവുവിനെയും കൂട്ടി വേഗം തന്നെ പുറത്തേക്കിറങ്ങി. അതാരാ ഓപ്പേ? കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ശിവു കാറിനകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരാള്. കുഞ്ഞിനോട് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ അവൾക്ക് ആകുന്നില്ല. അപ്പോഴേക്കും അവൾ കാറിനടുത്ത് എത്തിയിരുന്നു. ശിവയെ കണ്ട മാധവ് കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചെങ്കിലും അപരിചിതനായ ആളെ കണ്ട് ശിവ നിശബ്ദയായി ഓപ്പോയുടെ പിറകിൽ മറഞ്ഞു നിന്നു. കയറ്. കോ ഡ്രൈവർ ഡോർ തുറന്നുകൊണ്ട് മാധവ് പറഞ്ഞു. തീർത്തയും ശിവയും ഫ്രണ്ടിൽ കയറി ഡോർ അടച്ചു. ഹായ്. മാധവ് ശിവയ്ക്ക് നേരെ കൈനീട്ടി. അവൾ മടിയോടെ ഓപ്പോളെ നോക്കി. തീർത്ത കൈ കൊടുത്തോളാൻ ആംഗ്യം കാണിച്ചു. മടിച്ച് ശിവ മാധവിന് കൈ കൊടുത്തു. എന്താ പേര്? വളരെ സ്നേഹത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോഴും ശിവ ഓപ്പോളെ നോക്കി. പേര് പറയ്. മുൻപിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് തീർത്ത പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ശിവാംഗി. ശിവു പറഞ്ഞു. നൈസ് നെയിം. ഞാൻ മാധവ്. അതും പറഞ്ഞുകൊണ്ട് മാധവ് ശിവുവിൻ്റെ കയ്യിൽ പിടിച്ചു കുലുക്കി. പിന്നെ കൈകൾ പിൻവലിക്കുമ്പോൾ ശിവുവിൻ്റെ കയ്യിൽ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ട് ശിവുവിൻ്റെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. അവൾ അത്ഭുതത്തോടെ മാധവിനെ നോക്കി. പുഞ്ചിരിക്കുന്ന മിഴികളുമായി അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയാണ് മാധവ്. ഇന്നലെ താൻ കണ്ട ആളെയല്ല ഇന്ന് തനിക്കരികിൽ ഇരിക്കുന്നതെന്ന് തീർത്ത ഓർത്തു. ഇന്നലെ ആ മുഖത്ത് കണ്ട ഗൗരവമോ ദേഷ്യമോ ഒന്നും തന്നെ ഇന്നില്ല. പകരം വാത്സല്യമാണ്. ഡ്രൈവിങ്ങിനിടയിൽ ശിവുവിനെ തേടിയെത്തുന്ന ആ മിഴികൾക്ക് പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോഴും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ശിവു ആണെങ്കിൽ പുറത്തേക്ക് കാഴ്ചകൾ മിഴി നട്ടുകൊണ്ട് ചോക്ലേറ്റ് നുണയുകയാണ്. കാർ നേരെ പോയത് മേലിടത്തേക്കാണ്. അവിടേക്ക് എന്തിനാ വന്നതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മാധവ് വന്ന് ഡോർ തുറന്നത്. ഇറങ്ങൂ. കാറിൻ്റെ ഡോറിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആദ്യം ഇറങ്ങിയത് ശിവു ആണ്. പരിചയമില്ലാത്ത ആ ഇടം അവളുടെ കണ്ണുകളിൽ അങ്കലാപ്പ് നിറച്ചു. പേടിയോടെ ശിവു തിരിഞ്ഞു ഓപ്പോളെ നോക്കി. നേരിയ പരിഭ്രമത്തോടെയാണ് തീർത്തയും കാറിൽ നിന്നും ഇറങ്ങിയത്. അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് പാർവതി പുറത്തേക്ക് വന്നു. മാധവിനെയും അവനൊപ്പമുള്ള തീർത്തയെയും ചെറിയ പെൺകുട്ടിയെയും കണ്ട് അവരൊന്ന് അമ്പരന്നു. തീർത്തയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന ആ ചെറിയ പെൺകുട്ടി അവളുടെ അനിയത്തിയാണെന്ന് അവർക്ക് മനസ്സിലായി. വാ. മടിയോടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നവരെ അവർ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് കയറിയ ശിവു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് തീർത്തയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു തന്നെ നിന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ജാനകിയും അച്ചമ്മയും എത്തി. ഇതാണല്ലേ അനിയത്തിക്കുട്ടി? ശിവയുടെ കവളിൽ തഴുകിക്കൊണ്ട് അച്ചമ്മ വാത്സല്യത്തോടെ ചോദിച്ചു. ഇവരൊക്കെ ആരാണെന്ന മട്ടിൽ ശിവ അപ്പോളെ നോക്കി. അവൾ ഒന്ന് മൂളി. എന്താടാ പറയാതെ പോയി കൂട്ടിക്കൊണ്ടുവന്നത്? കല്യാണം കഴിക്കാൻ നിനക്ക് അത്ര ധൃതിയായോ? കള്ളച്ചിരിയോടെ ചിറ്റ അവനെ നോക്കി. ചിറ്റയുടെ തമാശ അത്ര ഇഷ്ടപ്പെടാതിരുന്ന മാധവ് ഒന്ന് കൂർപ്പിച്ചു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. വാ, കയറിയിരിക്കെ. പാർവതി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. കുറച്ചുനേരം മേലെടുത്ത് ചിലവഴിച്ചതിന് ശേഷം മാധവ് അവരെ തിരികെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. എന്തിനാണ് തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദേ പോയി ചായ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം മടങ്ങിപ്പോന്നു. ഇതിലിപ്പോൾ എന്താണുള്ളത്? എത്ര ആലോചിച്ചിട്ടും മാധവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവരെ വീട്ടിലാക്കിയിട്ട് മാധവ് തിരികെ മേലേടത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവനെയും കാത്ത് ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. തീർത്തയുടെ അനിയത്തിയെ കാണാൻ പറ്റാത്തതിൻ്റെ ചെറിയ ഒരു പരിഭവത്തിലാണ് ചിന്നു. ഇന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം രാവിലെ ഞാൻ കോളേജിൽ പോകുന്നതിന് മുന്നേ എന്താ പറയാതിരുന്നത്? അവൻ വന്നു കയറിയപാടെ ചിന്നു പരിഭവത്തിൻ്റെ കെട്ടഴിച്ചു. നീ കണ്ടിട്ട് ഇപ്പോൾ എന്താ? മറുചോദ്യത്തോടെ അവൻ അകത്തേക്ക് കയറി. അല്ല, നീ എന്തിനാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പാർവതി ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ കൊണ്ടുവന്നതാണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. അല്ല,
എന്നാലും എന്തിനാവും അവൻ അവരെ കൊണ്ടുവന്നത്? മാധവ് ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞെങ്കിലും അതിൽ കാര്യമായ എന്തോ ഉണ്ടെന്ന് പാർവതിക്ക് ഉറപ്പായിരുന്നു. അവർ ചോദ്യഭാവത്തിൽ അനിയത്തിയെ നോക്കി. ചേച്ചി, എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ അനിയത്തിയെ കാണിച്ച് നമ്മുടെ മനസ്സ് മാറ്റാനാണെന്നാ. ഇത്രയും ചെറിയൊരു അനിയത്തിയല്ലേ? മാധവനെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ചെറിയ കൊച്ച് അനാഥയായി പോകില്ലേ? അതവൻ നമ്മളോട് പറയാതെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളോട് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കാര്യം നമ്മളോട് പറയാൻ അവനും മടി കാണുമല്ലോ. ജാനകി തൻ്റെ ഊഹം പറഞ്ഞു. അച്ചമ്മയ്ക്കും അങ്ങനെയാണ് തോന്നിയത്. ഏയ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീടും പരിസരവുമൊക്കെ ആ കൊച്ചിനെ കാണിക്കാൻ കൊണ്ടുവന്നതാകും. കല്യാണം കഴിഞ്ഞാൽ ആ കൊച്ചും ഇവിടെ തന്നെയാണല്ലോ നിൽക്കേണ്ടത്. ജാനകി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പാർവതിക്ക് മടി തോന്നി. എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം കഴിഞ്ഞാൽ മതിയെന്നാണ് അവർക്ക്. ഇതേ സമയം കൂട്ടിലിട്ട വരികിനെ പോലെ റൂമിലൂടെ നടക്കുകയാണ് മാധവ്. തീർത്ഥയുടെ അനിയത്തിയെ കണ്ടപ്പോൾ മുതൽ വല്ലാത്തൊരു വിമ്മിഷ്ടം അവൻ്റെ നെഞ്ചിൽ കൂടുകൂട്ടിയിരുന്നു. അനിയത്തിയുടെ ജീവിതം രക്ഷപ്പെടാനായി അവൾ സ്വയം ബലി കൊടുക്കാൻ തയ്യാറാകുന്നത് സ്വന്തം ജീവിതമാണ്. അതിലൊന്നിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ആ പിഞ്ചുമുഖം മനസ്സിൽ തെളിയും തോറും അവൻ കൂടുതൽ അസ്വസ്ഥനായി. എന്തായാലും കല്യാണത്തിൽ നിന്നും ഒഴിവാക്കാൻ തനിക്കാവില്ല. അച്ചമ്മയ്ക്ക് വാക്കുകൊടുത്തതാണ്. ഇനി ആകെ ചെയ്യാൻ കഴിയുന്നത് തീർത്ഥയുടെ ജീവന് അപകടം സംഭവിക്കരുത്, അതുമാത്രമാണ്. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ ബെഡിലേക്കിരുന്നു. അപ്പോഴും ശിവുവിൻ്റെ നിഷ്കളങ്കമായ മുഖം അവൻ്റെ സമാധാനം കളഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ആഴ്ചയാണ് മാധവൻ്റെ വിവാഹം. ആരെയും ക്ഷണിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് വിശ്വനാഥൻ ആർദ്രയോടും ഹേമയോടുമായി കാര്യങ്ങൾ പറഞ്ഞത്. അത് കേട്ട് ആർദ്രയ്ക്ക് വലിയ നടുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം തൻ്റെ പ്ലാനുകൾ അതേപടി നടക്കുന്നതിൻ്റെ സന്തോഷമാണ് അവൾക്കുള്ളിൽ. എന്ത് നല്ല ചെക്കനായിരുന്നു. ജാതകത്തിൽ അങ്ങനെയൊരു ദോഷമില്ലായിരുന്നുവെങ്കിൽ. ഹേമ നെടുവീർപ്പിട്ടു. അമ്മ വിഷമിക്കേണ്ട, അവൻ അമ്മയുടെ മരുമകനായി തന്നെ വരും. അമ്മയെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ അതല്ല, ഇപ്പോൾ കെട്ടാൻ പോണ പെണ്ണൊരു അനാഥയാണ്. അതിനെ കൊലയ്ക്ക് കൊടുത്ത് ദോഷം തീർക്കാനാണ് അവരുടെ ഉദ്ദേശമെന്ന് തോന്നുന്നു. ചപ്പാത്തി മുറിച്ച് വായിലേക്ക് വെച്ചുകൊണ്ട് വിശ്വനാഥൻ പറഞ്ഞു. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. വല്യേടൻ തിരുമേനിയാണ് ജാതകം എഴുതിയിരിക്കുന്നത്. അത് നടക്കും. അച്ചട്ടാണ്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളുടെ മോള് രക്ഷപ്പെട്ടത്. ഹേമ അരികിലിരിക്കുന്ന ആർദ്രയെ വാത്സല്യത്തോടെ നോക്കി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. ഇനി ആ പെണ്ണിന് എന്തെങ്കിലും പറ്റി കേസായാലും അവരെല്ലാം ഒതുക്കി തീർക്കും. അതിന് മാത്രം പണവും പ്രതാപവും കയ്യിലുണ്ടല്ലോ. പോരാത്തതിന് രാഷ്ട്രീയക്കാരായിട്ടൊക്കെ അടുത്ത ബന്ധവും. വിശ്വനാഥൻ നെടുവീർപ്പോടെ പറഞ്ഞു. ഏട്ടാ, മതി. അവൾക്ക് വിഷമമുണ്ടാകുന്നെന്ന് തോന്നുന്നു. ഹേമ ശബ്ദം താഴ്ത്തി വിശ്വനാഥനോട് പറഞ്ഞു. അയാൾ തലചെരിച്ച് നോക്കിയപ്പോൾ ആലോചനയോടെ പ്ലേറ്റിൽ വിരലോടിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ. ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് കരുതി അയാളും ആ വിഷയം അവസാനിപ്പിച്ചു. പക്ഷേ ആർദ്ര മാത്രം ദോഷം തീർത്ത് മാധവനെ അങ്ങനെ സ്വന്തമാക്കുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണത്തലേന്നായിട്ട് പോലും മേലെടുത്തെ ബന്ധുക്കൾ ആരും തന്നെ എത്തിയിട്ടില്ല. യാതൊരുവിധ ഒരുക്കങ്ങളുമില്ല. ചേച്ചി, എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അടുക്കളയിൽ പപ്പടം കാച്ചുകയായിരുന്ന പാർവതിക്കരികിലേക്ക് വന്നുകൊണ്ട് ജാനകി പറഞ്ഞു. അരുതാത്ത എന്ത് സംഭവിക്കാനാണ്? പാർവതി ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. ചേച്ചി, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? വലിയേടം എഴുതിയ ജാതകമാണ്. അണുവിട തെറ്റില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ജാനകി വിമിഷ്ടത്തോടെ അടുക്കള സ്ലാബിൽ ചാരി നിന്നു. അതൊക്കെ ഇവിടെ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളല്ലേ. നീ എന്തിന് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു? നാളെ ഇടാനും ഉടുക്കാനുമുള്ളതെല്ലാം എടുത്തു വെച്ചോ? അതോ ഇനി നാളെ മുഹൂർത്തമാകുമ്പോഴാണോ അതെല്ലാം തപ്പി നടക്കുന്നത്? പാർവതി വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ പൂജാമുറിയിൽ നിന്നും ഇറങ്ങുന്നില്ല. അതൊക്കെ കൂടി കാണുമ്പോൾ എനിക്കെന്തോ പോലെ തോന്നുന്നു. ജാനകി വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ വന്നു. ആ, നീ നാളെ പെണ്ണിന് കൊടുക്കാനുള്ള മുല്ലപ്പൂവൊക്കെ എടുത്തു വെച്ചോ എന്ന് ചിന്നുവിനോടൊന്ന് ചോദിച്ചേ. ഞാൻ ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കട്ടെ. മഹിയേട്ടനും മോഹനും ഇപ്പോൾ കഴിക്കാൻ വരും. പാർവതി അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ജാനകി പോയി കഴിഞ്ഞതും പാർവതി നെടുവീർപ്പിട്ടു. അരുതാത്തത് സംഭവിക്കുമെന്നുള്ള കാര്യം അച്ചട്ടാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ മാധവൻ്റെ ദോഷം തീരുകയും ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടാവുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ അനിഷ്ടം സഹിച്ചേ പറ്റൂ. ആലോചനയിൽ മുഴുകി നിന്നപ്പോൾ പപ്പടം ഒന്ന് കരിഞ്ഞുപോയി. ബാക്കിയുള്ള പപ്പടങ്ങളുമായി പാർവതി ഊണുമുറിയിലേക്ക് നടന്നു. ഇതേസമയം മുകളിലെ വരാന്തയിൽ കൂട്ടിലിട്ട വെരുകിനെ പോലെ യാതൊരു സമാധാനവുമില്ലാതെ നടക്കുകയാണ് മാധവ്. ഈയൊരു രാത്രിക്കപ്പുറം തൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് അവൻ യാതൊരു ഊഹവുമില്ല. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ആർദ്രയുടെ കോളും വരുന്നുണ്ട്. പക്ഷേ അവൻ അത് അറ്റൻഡ് ചെയ്തില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവളാണെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്കിനി തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ടെൻഷൻ കാരണം തല പെരുത്തപ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്യണമെന്ന് തോന്നിയെങ്കിലും കുറച്ചു നാളായിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന ഹാബിറ്റ് ആയതുകൊണ്ട് അവനത് മനസ്സിൽ അടക്കി പിടിച്ചു. മാധവ്,
അച്ഛൻ്റെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. എന്താ അച്ഛാ? ഉള്ളിലെ ടെൻഷൻ പുറത്ത് പ്രകടിപ്പിക്കാതെ അവൻ ഒന്ന് ചിരിച്ചു. നീ ഓക്കെ അല്ലേ? അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ മഹേശ്വർ ചോദിച്ചു. അതിന് മറുപടിയായി മാധവ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ ചിരിയിൽ നിന്നും അവൻ എത്രത്തോളം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ നിനക്ക് വിധിച്ചത് ഈ പെൺകുട്ടിയാകും. അതുകൊണ്ടാകും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി അവൾ നിനക്ക് അരികിലേക്ക് തന്നെ വന്നത്. മഹേശ്വർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയായാൽ മതിയായിരുന്നു. അവൻ നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞു. വാ, ഭക്ഷണം കഴിക്കാം. എല്ലാവരും താഴെ നിന്നെയും കാത്തിരിക്കുകയാണ്. അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ടയാൾ പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. അച്ഛൻ പോയി കഴിച്ചോ, അവൻ പറഞ്ഞു. പിന്നെ മഹേശ്വർ നിർബന്ധിക്കാൻ നിന്നില്ല. അയാൾ താഴേക്ക് നടന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ റൂമിലേക്ക് നടന്നു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായപ്പോൾ അവൻ മുൻപെങ്ങോ വായിച്ചു വെച്ച പുസ്തകം കയ്യിലെടുത്തു. അത് വായിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് എവിടെയും നിൽക്കുന്നില്ലെന്ന് കണ്ട് അവൻ അത് അടച്ചു വെച്ചു. സീലിങ്ങിൽ അതിവേഗം കറങ്ങുന്ന ഫാനിൽ മിഴി നട്ടുകൊണ്ട് ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തീർത്ഥയുടെ മുഖം തെളിഞ്ഞു വന്നു. ആളൊരു നിഷ്കളങ്കയാണ്. അനിയത്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സാധു. അവരുടെ ആ നിവൃത്തികേടാണല്ലോ എല്ലാവരും കൂടി ഈ മുതലെടുക്കുന്നത്. മാധവന് അവളോട് വല്ലാത്ത അലിവ് തോന്നി. അവനെപ്പോലെ തന്നെ ഉറക്കമില്ലാതെ കിടക്കുകയാണ് തീർത്ഥയും. നാളെ തൻ്റെ കല്യാണമാണെന്നുള്ള ചിന്തയിൽ അവളുടെ ഉറക്കം നഷ്ടമായിരുന്നു. അരികിൽ കിടക്കുന്ന ശിവയുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ഇരുട്ടിലേക്ക് നോക്കി കിടന്നു. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്നും അറിയില്ലെങ്കിലും പുതിയ ഉടുപ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ശിവ ഉറങ്ങിയത്. കല്യാണ സാരിയും സ്വർണവും മറ്റും വാങ്ങിയത് മാധവൻ്റെ വീട്ടുകാരാണ്. നാളെ രാവിലെ മേക്കപ്പ് ചെയ്യാനുള്ള ആളെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെളുപ്പിനെ അവർ വരും. തീർത്ത ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു വരുന്നത് പുഞ്ചിരിക്കുന്ന മാധവൻ്റെ മുഖമാണ്. നാളെ താൻ അയാളുടെ ഭാര്യയാണ്. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. നാളത്തെ കാര്യം ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് നാളത്തേക്കാളേറെ അറിയാത്തൊരാളുടെ ഭാര്യയായി അറിയാത്ത ഒരിടത്തേക്ക് കയറി ചെല്ലുന്നതിൻ്റെ അങ്കലാപ്പാണ്. മാധവ് അയാളൊരു പാവമാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ, പണത്തിനു വേണ്ടി കല്യാണം കഴിച്ചവൾ എന്ന നിലയിൽ അവർ തന്നെ കുത്തിപ്പറയുമോ? അവരൊക്കെ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം മുൻപോട്ടും ഉണ്ടാകുമോ? ശിവുവിന് അവിടെ സന്തോഷമുണ്ടാകുമോ? ഓരോ ചിന്തകളിൽ ഉഴറി രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. യാതൊരു ആർഭാടങ്ങളുമില്ലാതെ, കൊട്ടും കുരുവയുമില്ലാതെ, വളരെ ലളിതമായ ചടങ്ങോടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് മാധവ് തീർത്ഥയുടെ കഴുത്തിൽ താലി ചാർത്തി. അവളുടെ തിരുനെറ്റിയിൽ ഒരു നുള്ള് സിന്ദൂരം ചാർത്തി. മിഴികൾ പാതി മൂടി പ്രാർത്ഥനയോടെ തീർത്ത മേലേടത്തെ മാധവ് മഹേശ്വരൻ്റെ ഭാര്യയായി. ഇതെല്ലാം ആദ്യമായി കാണുന്ന ശിവയുടെ കണ്ണുകൾ വിടർന്നു. ശ്രീകോവിലിന് മുൻപിൽ ഒരു ദേവിയെപ്പോലെ നിൽക്കുന്ന തൻ്റെ ഓപ്പോളെ അവൾ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. മകൻ്റെ വിവാഹം കഴിഞ്ഞ സന്തോഷത്തിൽ പാർവതിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രു കുഴിഞ്ഞു. മഹേശ്വറും ജാനകിയും അച്ചമ്മയും ചിന്നുവുമൊക്കെ സന്തോഷത്തിലാണെങ്കിലും മോഹൻ മാത്രം എന്തോ തെറ്റ് ചെയ്തതുപോലെ കുറ്റബോധത്തിലായിരുന്നു. അയാളെ കൂടുതൽ വേദനിപ്പിച്ചത് നിഷ്കളങ്കമായ ശിവുവിൻ്റെ മുഖമാണ്. താൻ കാരണം ആ കുഞ്ഞ് അനാഥയാകുമല്ലോ എന്നുള്ള ചിന്ത എല്ലാവരും സന്തോഷിക്കുന്ന ആ നിമിഷങ്ങളിൽ നിന്നും അയാളെ വിലക്കി. താലികെട്ട് കഴിഞ്ഞ് തിരികെ മേലിടത്തേക്ക് പോകുമ്പോൾ മാധവും തീർത്ഥയും ശിവവും മാധവൻ്റെ കാറിലായിരുന്നു. ശിവുവിനെ തൻ്റെ കാറിൽ കയറാൻ ചിന്നു വിളിച്ചെങ്കിലും അപരിചിതത്തോടെ അവൾ മാറി നിന്നതേയുള്ളൂ. ഡ്രൈവിംഗ് സീറ്റിൽ മാധവും കോ ഡ്രൈവർ സീറ്റിൽ തീർത്ഥയും ശിവു ബാക്കിലുമാണ്. യാത്രയിലുടനീളം അവരാരും സംസാരിക്കുന്നില്ല. അസുഖകരമായ ഒരു മൗനം ആ കാറിനുള്ളിൽ തളം കെട്ടി. അവർ മേലിടത്തെത്തുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം എത്തിയിരുന്നു. അവർ കാറിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്കെത്തിയപ്പോഴേക്കും ജാനകി കിണ്ടിയിൽ വെള്ളമെടുത്ത് അവരുടെ കാലുകൾ കഴുകി. അപ്പോഴേക്കും പാർവതി നിലവിളക്കുമായി എത്തി. വലതുകാൽ വെച്ച് കയറിവാ മോളെ. വാത്സല്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവർ നിലവിളക്ക് തീർത്ഥയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ പ്രാർത്ഥനയോടെ വലതുകാൽ വെച്ച് മേലിടത്തെ അകത്തളത്തിലേക്ക് കയറി. ഓപ്പോളുടെ പിറകെ ശിവുവും കയറി. അവിടെയാ പൂജാമുറി. നിങ്ങൾ രണ്ടാളും പ്രാർത്ഥിച്ചിട്ട് വാ. പാർവതി അവരെ പൂജാമുറിയിലേക്ക് വിട്ടു. അവർക്ക് പിറകെ പോവാനൊരുങ്ങിയ ശിവയെ ചിന്നു പിടിച്ചു നിർത്തി. പേടിച്ചു പോയ ശിവ ചിന്നുവിനെ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ടു നിന്നു. പൂജാമുറിയിൽ തീർത്ഥയ്ക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ദൈവങ്ങളുണ്ട്. അവൾ കണ്ണുകളടച്ച് എല്ലാ ദൈവങ്ങളോടും മനസ്സുരുകി പ്രാർത്ഥിച്ചു. അത്രമേൽ പ്രതീക്ഷയോടെ അവൾ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു.